നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട് അല്ലേ? ഏതാ ഏതാ? അത് തന്നെ, യെസ്, ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്ന ആ ഒരു പാട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേ സിനിമ ജോണി വാക്കറിന്റെ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ ഈ ശാന്തമീ രാത്രിയിൽ എന്ന സിനിമയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു വിസ്മയം തന്നെയായിരിക്കും ഈ സിനിമ എന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം ഇന്നത്തെ ഈ വേദിയിൽ ഓഡിയോ ലോഞ്ച് മാത്രമല്ല, ജാസി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജാസി സാറിന്റെയും ജയരാജ് സാറിന്റെയും ഒരു 20 ഇയേഴ്സ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും ഒഫീഷ്യലി ഒരിക്കൽ കൂടെ പ്രൗഡ്ലി ഈ ഒരു മൊമെന്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ടിംഗ്. ഐ ആം സ്വീറ്റി എബ്രഹാം, ടുഡേസ് MC ഫോർ യു. ഞാൻ നിങ്ങളോടൊപ്പം ഈ ഒരു വേദിയിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ഞാൻ ചോദിക്കുമ്പോൾ കുറച്ച് കയ്യടി തരണം, എനിക്ക് പനിയാണ്, ഇടയ്ക്ക് ഒരു ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം 2 വാക്ക് സംസാരിച്ച് തുടങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ടിനുചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം ടിനുചേട്ടൻ ഓൺ ടു ദി സ്റ്റേജ്. Everybody give a big round of applause for our legend actor ടിനുചേട്ടൻ on to the stage. പ്ലീസ് ഓർഗനൈസേഴ്സ് ഒരു മൈക്ക് കൂടെ ഒന്ന് വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാമോ? ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ആങ്കർ പറഞ്ഞിരുന്നു പനിയാണ്. ഓക്കെ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 തവണ കൊറോണ വന്നതാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് എന്നെ ചെക്ക് ചെയ്തപ്പോൾ പലതും ചെക്ക് ചെയ്ത്, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നില്ലേ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നില്ലേ. പിന്നെയാണ് കണ്ടുപിടിച്ചത് താൻ മൈക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ ആയുധം അതാണ്. അപ്പൊ ഇതാണ് വില്ലൻ. അപ്പൊ ഇനി 4ാമത് ഒരെണ്ണം കൂടി പിടിക്കാനുള്ള അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ശാന്തമീ രാത്രിയിൽ ജയരാജ് സാറ് ശാന്തമീ രാത്രിയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മമ്മൂക്ക ആ ഡാൻസ് ചെയ്ത പാട്ട്. ശാന്തമീ രാത്രിയിൽ എന്ന് പറയുമ്പോൾ സൈലന്റ് നൈറ്റ് ആണ്. ശരിക്കും സൈലന്റ് നൈറ്റ് എന്നുള്ള പാട്ട് നമുക്കറിയാം. ഈ ഒരു സീസൺ തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. മഞ്ഞ് പെയ്യുന്ന രാത്രി. പക്ഷെ ഞാനിവിടെ വേർത്ത് കുളിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തില് ഒരു പ്രണയ കഥ തന്നെയാണിത്. 2 തലമുറയുടെ പ്രണയ കഥയാണിത്. ഈ 2 തലമുറയിൽ അഭിനയിച്ച ആൾക്കാർ അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. ഇവര് തമ്മിൽ കണ്ടിട്ടില്ല. അപ്പൊ UK-യിലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവരെന്റെ അടുത്ത് ജീനെ കണ്ടപ്പോ, ജീനുണ്ട് ഈ പടത്തില്, ഗൂഗിളുണ്ട്, ഒരു അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഇപ്പുറത്തുള്ളവരാണെങ്കിൽ UK-ക്കാരെ കണ്ടിട്ടില്ല. ഇതിന്റെ ഇടയിൽ എസ്തേർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ UK-യിലേക്ക് പോയി. അപ്പൊ UK-യും പണ്ട് നമ്മുടെ എപ്പോഴും അങ്ങനെയാണല്ലോ, സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് നമ്മുടെ ശത്രുക്കളൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ UK-യുടെ നല്ല ബന്ധ. പനമ്പള്ളി നഗർ പോലെ ആയിട്ടുണ്ട് UK. ഇപ്പൊ നിറയെ മലയാളികളുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ വിഷ്വലൈസേഷനാണ് UK-യിൽ ജയരാജ് സാറ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ നാട്ടില് മൂന്നാറ് ഒരു തൂക്കുപാലത്തിന്റെ കീഴിൽ നടക്കുന്ന പ്രണയവും ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ നടക്കുന്ന ഒരു പ്രണയവും, 2 കാലഘട്ടം, 2 തലമുറയുടെ പ്രണയകഥയാണ് ഇത് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പ്രണയമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളൊരു ജന്മമാണ്. എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് പുതിയ ജന്മം എടുക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ സിനിമയും ഒരു പുതിയ ജന്മം എടുക്കുകയാണ്. ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഓൾറെഡി ജാസി ഇവിടെ ഉണ്ട്. ജാസി ഈ സിനിമയിലെ പാട്ടായിരിക്കും പാടാൻ തോന്നുന്നു അല്ലേ? അപ്പൊ എൻ്റെ അടുത്ത് പാടാനുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ജിംഗിൾ ബെൽസ് പാടണ്ട, ഒരു ലവ് സോങ് പാടിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇത് പ്രണയമാണ് ഇതിൽ കംപ്ലീറ്റ്. അപ്പൊ ജിംഗിൾ ബെൽസ് മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് UK-ന്ന് വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആനി സോങ് അല്ല, എൽവിസ് പ്രസ്ലിയുടെ പാടാം. അപ്പൊ നിങ്ങളും ഇംഗ്ലീഷ് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നാണ്, ഞാനും അങ്ങോട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സാങ്ഷനോട് കൂടി കേട്ടിട്ടുണ്ട്. ചേട്ടന്റെ വോയിസിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നെ എയറിലാക്കരുത്. കാരണം എൽവിസ് പ്രസ്ലിയുടെ
ഫോളിങ് ഇൻ ലവ് എന്നുള്ളതാണ്. അപ്പൊ മുഴുവൻ ഇവിടെ കാമുകനും കാമുകിമാരാണ് ഇരിക്കുന്നത്. ഇത് ഇവിടെ ഒരു കാമുകനും കാമുകി ഇരിക്കുന്നു, ഒരു തലമുറയിലെ UK തലമുറ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെയുള്ള കാമുകനും കാമുകി ഇരിക്കുന്നു. അപ്പൊ ഇതിൽ നല്ലൊരു സമയം വേറെയില്ല. അപ്പൊ ഞാൻ അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആള് കുറച്ച് സ്പെഷ്യൽ ആണ്. ഞാൻ ആളുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇന്റർവ്യൂസ് ആയാലും ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് ആയാലും മുൻനിരയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഓളമായിരിക്കും. ഊഹിക്കാമോ ആരാണെന്ന്? ഇദ്ദേഹം കണ്ണാടി വെച്ചിട്ടില്ല, കണ്ണാടി വെച്ചിട്ടുണ്ട്. ആരായിരിക്കും? സീരിയസ്ലി ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, മുൻനിരയിൽ കൈലാഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. സോ അടുത്തതായിട്ട് വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് കൈലാഷ് ചേട്ടന് തന്നെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നീലത്താമര എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇപ്പോഴും റൊമാൻറ്റിക് ഹാൻസം ഹീറോ ആയിട്ട് നിലനിൽക്കുന്ന കൈലാഷ് ചേട്ടൻ ഓൺ ടു ദി സ്റ്റേജ്. ചേട്ടൻ മൈക്ക് കൊണ്ടുപോയി. എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ മൈക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യത്തിൽ മറ്റാരോ വിളിക്കാന്ന് വെച്ചിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഒരുപാട് ഇൻട്രൊഡക്ഷൻസുകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് കുറച്ച് യൂണീക്ക് ആയിപ്പോയി കേട്ടോ. താങ്ക് യു ഫോർ ദിസ്. ഈ പനി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് യൂണീക്ക് ആയിട്ട് വന്നത്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ എത്രയും വേഗം പനി മാറട്ടെ. ജയരാജ് സാറിന്റെ കൂടെ വീണ്ടും ഒരു സിനിമ. വളരെ യാഥാർഥികമായി സാറിന്റെ ഒരു ഫോൺ എനിക്ക് വരുന്ന ദിവസം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കോളായിരുന്നു. ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലം മുതൽ ജയരാജ് സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണുക, സാറിൻ്റെ സിനിമകളിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് ഏതൊരു നടീനടനെ പോലും ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സാറിൻ്റെ MT സാറിൻ്റെ തന്നെ മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയരാജ് സാറിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. വീണ്ടും പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സിനിമ സാർ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അതിഗംഭീരമായ സാറിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നു. അങ്ങനെ 2-3 സിനിമകൾ സാർ ഇതിൻ്റെ ഇടയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് റിലീസിലേക്ക് വരുന്നത് ശാന്തമീ രാത്രിയിലാണ്. ഏറ്റവും ഗംഭീരമായ ഒരു ടൈറ്റിലാണ് ഈ സിനിമയുടേത്. അതിപ്പം നമ്മളുള്ളത് കൊണ്ട് പറയുന്നതല്ല, വളരെ വളരെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു ടൈറ്റിൽ. ഒരുപക്ഷെ സാറിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടൈറ്റിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൈറ്റിലാണ്. ഒപ്പം എല്ലാ ജനറേഷനിലും പെട്ട ആൾക്കാർ അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. അങ്ങനെ സാർ വളരെ രസകരം. എനിക്കൊന്ന് ഇത്രയും ഡിഫറെൻറ്റ് ജോണർ സിനിമകൾ ചെയ്തിട്ടുള്ള മലയാളത്തിൽ ഒരു സംവിധായകനുണ്ടെങ്കിൽ അത് ജയരാജ് സാർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം തിളക്കം ചെയ്ത സാറ് തന്നെയാണ് ജോണി വാക്കർ ചെയ്തത്, ജോണി വാക്കർ ചെയ്ത സാറ് തന്നെയാണ് ഫോർ ദ പീപ്പിൾ ചെയ്തതെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വേരിയേഷൻസ് അല്ല. തീർച്ചയായിട്ടും സാറിൽ നിന്ന് ഇനിയും മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ആവശ്യമുണ്ട്. അപ്പോൾ സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ സിനിമയിൽ ഏറ്റവും ഗംഭീരമായി 2 പാലങ്ങളെ തമ്മിൽ, ടിൻചേട്ടൻ പറഞ്ഞല്ലോ, ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ പോയി നിന്നൊരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹങ്ങളിൽ ഒരെണ്ണമായിരിക്കും. പക്ഷെ അതേപോലെ ഭംഗിയുള്ളൊരു ബ്രിഡ്ജ് നമ്മുടെ മൂന്നാറിൻ്റെ അടുത്ത് സാറ് കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന കേരളം അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇനിയും നമ്മൾ കേരളം കാണാൻ കിടക്കുന്നു എന്ന് സാറ് കാണിച്ചു തന്നൊരു മൊമെൻ്റാണ് എനിക്ക് പേഴ്സണലി അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് ഈ സിനിമയ്ക്കുണ്ട്. ഒപ്പം എൻ്റെ ജാസിയണ്ണൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടല്ലേ, ജാസിയണ്ണനെ ഓരോന്നോരോന്ന് അഴിച്ചു തുടങ്ങി. ഇപ്പം ടീഷർട്ടിലായി, മുമ്പേ കാണുമ്പം വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസിയണ്ണൻ്റെ പാട്ടും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 20 വർഷമായി അല്ലേ ജാസിയണ്ണനും? 20 വർഷമായി എന്നല്ലേ? മൊത്തം 30 വയസ്സായിട്ടുള്ളൂ. 10 വയസ്സ് പാടാൻ തുടങ്ങിയാൽ തോന്നുന്നു. 39. അതിൻ്റെ ഇടയിൽ ഒരു 9 വർഷം സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ജാസിയണ്ണൻ്റെ പെർഫോമൻസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ശാന്തമീ രാത്രി ഗംഭീരമാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനിയും സാറിന് മലയാള ജയരാജ് സാറിന് സാർ എത്ര അവാർഡ്സ് സ്റ്റേറ്റിൽ നിന്ന് നാഷണലിൽ നിന്ന് സാറിന് മൊത്തം ഉണ്ടാവും, എണ്ണാനില്ല. സാറിൻ്റെ വീട്ടിൽ പോയി നമുക്ക് മനസ്സിലാവും. ഈ നമ്മുടെയൊക്കെ വീട്ടിൽ പല മറ്റുള്ള മെമെൻറ്റോസ് ആയിരിക്കുന്നത്, ഈ സ്റ്റേറ്റും നാഷണലും വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. സാർ, ഇനിയും സാറിന് അത് കഴിയട്ടെ. അപ്പോൾ എന്തായാലും മേരി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഒപ്പം 2025 നല്ലതാവട്ടെ.
നമുക്കും മലയാള സിനിമയ്ക്കും. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരുപിടി സിനിമകളാണെങ്കിൽ പോലും മലയാളി മനസ്സിൽ അത്രത്തോളം ഇടം നേടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. ആൻഡ് ഓൾസോ മലയാള സിനിമയിലെ മറ്റൊരു ഡിവോഷനിലേക്ക് തിരിച്ചു വിടാൻ കൂടെ കഴിവ് കാണിച്ച ഒരാൾ കൂടെയാണ് അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് 2 വാക്ക് സംസാരിക്കാനായി വരുന്നത്. പ്ലീസ് വെൽക്കം ലാൽ ജൂനിയർ എന്ന് ഞങ്ങൾ ഓമന പേരിൽ വിളിക്കുന്ന ജീൻ പോൾ ലാൽ. ജീൻ ചേട്ടനാണ്. പ്ലീസ് വെൽക്കം ജീൻ ചേട്ടാ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ശാന്തമി രാത്രിയിൽ എനിക്ക് പെട്ടെന്നാണ് ഒരു ദിവസം സാറിൻ്റെ കോൾ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറച്ച് സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഒരുപാട് നല്ല സംവിധായകരായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. ജയരാജ് സാറാണ് പപ്പയുടെ ഫസ്റ്റ് ഡെബ്യൂ പടം പപ്പ കൊടുക്കുന്ന ജയരാജ് സാറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണ്. അതൊരു എന്താ പറയുക, എൻ്റെ മനസ്സിൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ടായിരിക്കും, പക്ഷെ പടം കാണുമ്പോഴും എല്ലാം അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രക്കായിട്ടുള്ള ഒരു വേഷമാണ്. കാരണം അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു, ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ജയരാജ് സാർ അങ്ങനെ ഒരു കോള് വന്നപ്പോഴത്തേക്കും എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായില്ല. ഞാൻ പപ്പയെ വിളിച്ചു ചോദിച്ചപ്പോഴും പപ്പ പറഞ്ഞിടാ നീയൊന്നും നോക്കേണ്ട കാര്യമില്ല, നേരെ പോയി ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും അന്വേഷിച്ചില്ല. ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ മറ്റന്നാളെന്ന പോലെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഞാനൊന്നും അന്വേഷിക്കാതെ നേരെ പോയി ചെയ്ത പടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനായിരുന്നു. എനിക്ക് ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റിയിട്ട് ഇനിച്ചേട്ടൻ, കൈലാഷ്, എസ്റ്റർ, അതുപോലെ സിദ്ധു, നമ്മുടെ നായകൻ ഗോകുൽ. അപ്പോൾ ഒരുപാട് നല്ല രസമുള്ള ഷൂട്ടിംഗ് അനുഭവമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനായിരുന്നു. അതുപോലെ എൻ്റെ ഈ കരിയർ അല്ലെങ്കിൽ എൻ്റെ ഈ ആക്ടിങ് തുടങ്ങിയ സമയത്ത് എനിക്ക് ജയരാജ് സാറിൻ്റെ പടം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശാന്തമി രാത്രിയിൽ ക്രൂവിനും സാറിനും സാറിൻ്റെ ഫാമിലി, സിനിമയായാലും ക്രൂ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് നല്ലത് മാത്രം വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജീൻ ചേട്ടാ. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കുറേ അധികം ആൾക്കാരെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വലിയ കുട്ടിയൊക്കെ ആയി, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ആ ഒരു കുട്ടിത്തം നിറഞ്ഞ മുഖവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യം എന്ന സിനിമയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊരു മെമ്പറായി മാറിയ എസ്റ്റർ അനിലാണ്. പ്ലീസ് വെൽക്കം എസ്റ്റർ ഓൺ ടു ദി സ്റ്റേജ്. ഹായ് എവരിബഡി, നമസ്കാരം. താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ. ഒരുപാട് സന്തോഷം ഇന്ന് ഈവനിങ് ഇവിടെ വരാൻ പറ്റിയതിൽ. എൻ്റെ അനിയനും ജയരാജ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ജയരാജ് സാറിൻ്റെ ഫിലിമിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരിക്കലും ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടിനി ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ലണ്ടൻ പോകാനായിട്ട് കൃത്യം 1 മാസം ഉള്ളപ്പോഴാണ് എനിക്ക് ജയരാജ് സാറിൻ്റെ അടുത്ത് നിന്നൊരു കോൾ വരുന്നത്. ഇതേപോലെ നെക്സ്റ്റ് 2 ഡേയ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാവരും സാറിൻ്റെ മൂവിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിലൊരു ബ്രിഡ്ജാണ് ഒരു മെയിൻ ക്യാരക്ടർ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അതേപോലെ ലണ്ടൻ ബ്രിഡ്ജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുമ്പിലാണ്. അപ്പം ഞാൻ ഓരോ ദിവസം അതിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. ബിക്കോസ് അവരുടെ ഫസ്റ്റ് ഹാഫ് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഒരു സെറ്റാണ്. നമ്മൾ പലപ്പോഴും ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പം ഈ പടം നടക്കുമോ നടക്കാതെ പോവോ, നമ്മളെ റീപ്ലേസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ പൊതുവെ ഉണ്ടാകും. ഇതിപ്പോൾ നമ്മളെ വിളിച്ചു, 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്തു, സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒരു തവണ വായിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് പോയൊരു സെറ്റ് കൂടിയാണ്. അതുപോലെ ഗോകുലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഗോകുലിൻ്റെ ആടുജീവിതം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന്. അതുപോലെ നല്ലൊരു സൗഹൃദവും ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഈവൻ സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും അങ്ങനെ ഒത്തിരി നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിട്ടുള്ള ഒരു സെറ്റാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് എസ്റ്റർ. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒത്തിരി ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല, പക്ഷെ ചെയ്തു വെച്ച ക്യാരക്ടർ കൊണ്ട് നമ്മളെ എല്ലാവരെയും അങ്ങ് പിടിച്ച് കുലുക്കിയ ഒരാളാണ്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ അത്രത്തോളം അല്ലെ എനർജറ്റിക് ആക്കി ഒന്ന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുപോകാൻ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടോ വേറെയും നമ്മൾ ആലോചിച്ച് പോകുന്ന വിധത്തിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് മുന്നിൽ ആടുജീവിതത്തെ സിനിമയിലെ ഹക്കീം എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ഞങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര്. ഓൾവേസ് വെൽക്കം ജെറിൻ. എടാ പേരെന്തായിരുന്നു? ചിരിക്കില്ലേ, ഞാനിപ്പോ പറയാം എല്ലാവരുടെയും. യെസ് ഗോകുൽ, പ്ലീസ് വെൽക്കം ഗോകുൽ ഓൺ ടു ദി സ്റ്റേജ്. First of all, introduction, thank you.
എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ സിനിമകൾ കാണുമ്പോൾ ജയരാജ് സാറിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, പൈതൃകമാവട്ടെ, കളിയാട്ടമാവട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ട് വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറായിരുന്നു ജയരാജ് സാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ആടുജീവിതം കഴിഞ്ഞ് ഇതുപോലെ ബ്ലസ്സി സാറിൻ്റെ നമ്മുടെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലസ്സി സാറാണ് എനിക്ക് പറയുന്നത്, ജയരാജ് സാർ ഒരു സിനിമയിലേക്ക് നിന്നെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് കഥയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു, നമ്പർ തരാൻ വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജയരാജ് സാറെ വിളിച്ചു, നമ്മൾ സംസാരിച്ചു, കഥയെ പറ്റി പോയി പറഞ്ഞു, ഓണായി. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിതിലൊരു 70s ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്. അതിൽ 70s ക്യാരക്ടർ റൊമാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പ്രേമിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എൻ്റെതായിട്ടുള്ള എൻ്റെ ഷെയർ ഓഫ് ലവ് സ്റ്റോറീസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ 70s ലവ് സ്റ്റോറി എങ്ങനെയാണെന്നുള്ളൊരു ഇമാജിനേഷൻ അതെനിക്ക് കിട്ടിയത് ഐ തിങ്ക് ശാന്തമി രാത്രികളിൽ സെറ്റിലാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർ പ്രേമിച്ചിട്ടുണ്ടാവുക ആ കാലത്ത്, അവർ നേരിട്ട ഓരോ കോൺഫ്ലിക്റ്റുകളും കഷ്ടപ്പാടുകളും അതൊക്കെ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും. എന്നിട്ട് സാറൊന്ന് പറയും ചെയ്തു, നീ ഈ സെറ്റിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഭയങ്കര ഫൺ റൈഡായിട്ടുള്ള എല്ലാവരായിട്ടും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടിനിച്ചേട്ടനായിട്ടും കൈലേഷേട്ടനായിട്ടും എസ്തറും ജീൻ ബ്രോയും സിദ്ധാർത്ഥേട്ടനും എല്ലാവരും നമുക്ക് കോ ആക്ടേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു സിങ്ക് ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ബ്ലസ്സി സാറിൻ്റെ സ്കൂൾ ഞാൻ നേരെ ജയരാജ് സാറിൻ്റെ സ്കൂളിലേക്കും പോയി. ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ എനിക്ക് കവർ ചെയ്തിട്ട് അവസാനം നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ വണ്ടർഫുൾ കാസ്റ്റ്. താങ്ക് യു സോ മച്ച് ഗോകുൽ. അവനെ ഹക്കിയുമായി കണ്ടുപോയി, എന്ത് ചെയ്യാനല്ലേ. ഓൾറൈറ്റ്, അടുത്തതായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് സബിത മാമിനെയാണ്. നമ്മുടെ ഡയറക്ടർ ജയരാജ് സാറിന്റെ വൈഫാണ് ആൻഡ് ഓൾസോ ഇന്ത്യൻ കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ നമ്മുടെ ഈ സിനിമയിൽ ഒരു വേഷം കൂടെ മാം ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് വെൽക്കം സബിത മാം ഓൺ ടു ദി സ്റ്റേജ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം എല്ലാവരും ഇവിടെ ജയരാജിൻ്റെ പടങ്ങളെക്കുറിച്ചും കിട്ടിയ അവാർഡുകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാനിപ്പം അത് എടുത്തു പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത് ജയരാജിൻ്റെ ലൈഫിലെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്നുള്ളതാണ്. അതിലപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രിഡ്ജസ് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഓൾഡ് ജനറേഷൻ ലവ് സ്റ്റോറിയും ന്യൂ ജെൻ ലവ് സ്റ്റോറിയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഈ ക്രിസ്മസ് ഈവിന് ഈ ഓഡിയോ ലോഞ്ച് ഇവിടെ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു അവർ ക്രൂ ആൻഡ് കാസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ അടുത്തതായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന പ്രോഗ്രാമിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ വരുത്തുവാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊരു എനർജി പോരാ. അപ്പൊ നിങ്ങളെ ഒന്ന് മൂടാക്കാൻ ഓഫ്കോഴ്സ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ള ആൾക്കാരിൽ നിന്ന് ആരെയായിരിക്കും വിളിക്കാം? ആരായിരിക്കും? ജാസി അല്ലേ? ഓഫ്കോഴ്സ് ജാസി ചേട്ടനെ തന്നെയാണ് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ജാസി ചേട്ടനെയും ആൻഡ് ഓൾസോ അഖില ചേച്ചിയും കൂടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവരുടെ രണ്ടുപേരുടെയും ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. പ്ലീസ് വെൽക്കം ജാസി ചേട്ടൻ ആൻഡ് അഖില ചേച്ചി ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം വീണ്ടും ജയരാജ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞ സന്തോഷം ആദ്യമായി ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. 20 വർഷം കൊണ്ട് എല്ലാ ദിവസവും സാറിൻ്റെ പാട്ടുകൾ തന്നെയാണ് പാടുന്നത്. ആ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് സാറിൻ്റെ ഒരു പാട്ട്, ഏത് പാട്ട്, 2 വാക്കുകൾ ഇപ്പോൾ സംസാരിക്കുകയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം ജയരാജ് സാർ. ഒരുപാട് സന്തോഷം. ജയരാജ് സാറാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പാടാനുള്ള അവസരം തരുന്നത്. അത് അശ്വാരൂഢൻ എന്ന സിനിമയായിരുന്നു.
2006 റിലീസ് ചെയ്ത സിനിമയാണ്. ജാസി ചേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ അഴകാലിലെ മഞ്ഞച്ചരടിലെ എന്നുള്ള പാട്ട് പാടിയാണ് ഞാൻ എൻ്റെ സിംഗിങ് പ്ലേബാക്ക് സിംഗർ എന്നൊരു ലേബൽ തന്നത് ജയരാജ് സാറാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ സിനിമയിലും ഒരു പാർട്ടാവാനുള്ള ഭാഗ്യം എനിക്ക് സാറ് തന്നു, അതിലും സന്തോഷം. ജാസി ചേട്ടനോടും നന്ദി പറയുകയാണ്. നേഹ അല്ല നീഹയാണ്. ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ നീഹയാണ് അല്ലേ, നീഹന്നല്ലേ വിളിച്ചത്. എല്ലാം അങ്ങനെ തെറ്റില്ല. ഹലോ, എൻ്റെ പേര് നീഹ റിയാസ്. ഞാൻ കാലിക്കറ്റ് നിന്നാണ്. ഒരു 3 years ആയിട്ട് ഇപ്പോൾ ലണ്ടനിലാണ് ഉള്ളത്. ആൻഡ് വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു മൂവിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ അപ്പനോടും അമ്മനോടൊക്കെ പറയാറുണ്ടായിരുന്നു എനിക്ക് ഒറ്റ ഫിലിമിൽ അഭിനയിക്കണം, ഒരു പൂതിയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ വലുതാവും തോറും ആ പൂതി ഞാൻ തന്നെ മറന്നു പോയിട്ടാ. പിന്നെ ഞാൻ ലണ്ടനിലെത്തി. അവിടെ പാർട്ട് ടൈം ജോബും സ്റ്റഡീസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്നാണ് ഓഡീഷനിലേക്ക് കോൾ വരുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെ സെലക്ട് ചെയ്യൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് സാറിന് എന്നെ ഇഷ്ടമായി. സാർക്ക് തോന്നി ഈ ഒരു റോളിന് ഞാൻ മാച്ച് ആണ്. അപ്പോഴും ഞാൻ വിചാരിക്കണം കുഞ്ഞി റോൾ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. പിന്നെ സെറ്റിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര ചെറിയ കളിയൊന്നുമല്ല, അത്യാവശ്യം നല്ല റോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ സാറ് നല്ല കോൺഫിഡൻസ് തന്നു, നല്ല സപ്പോർട്ടായിരുന്നു, ഫണ്ണായിരുന്നു സെറ്റും കാര്യങ്ങളൊക്കെ. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഞാൻ പോലും ചെറുപ്പത്തിൽ മറന്നുപോയ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. ആൻഡ് ഹാപ്പി. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി സ്റ്റുഡൻസ്, അബ്രോഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Please welcome Jasi Chetan and Jayaraj sir onto the stage for the cassette revealing. Everybody give a big round of applause for the grand moment. ശാന്തമി രാത്രിയിൽ എന്ന മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഇതാ ആഘോഷമായി തന്നെ ഈ വേദിയിൽ നടത്തപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ തന്നെ. Thank you so much everyone. All right, നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് സ്റ്റേജിൽ നമ്മളെല്ലാവരും മിസ് ചെയ്തൊരു ലെജൻഡ് ഉണ്ട്. കൈതപ്പുറം സാർ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഒരു വീഡിയോ മെസ്സേജ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാൻഡ് മൊമെന്റിന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. പ്ലീസ് പ്ലേ ദ വീഡിയോ മെസ്സേജ്. നിങ്ങളുടെയും നല്ല ഗാനങ്ങളുടെയും തോഴനായ എൻ്റെ പ്രിയപ്പെട്ട ജയരാജിന്റെ ശാന്തമി രാത്രിയിൽ എന്ന ചിത്രത്തിലെ 2 ഗാനങ്ങൾ ഇന്ന് റിലീസാവുന്നു. എല്ലാവരും ആശംസകൾ അറിയിക്കുക, പ്രാർത്ഥിക്കുക, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് നേരിട്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സന്ദേശം അയക്കുന്നതാണ്. എൻ്റെ ഹൃദയംഗമമായ സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് കൈതപ്പുറം സാർ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ശാന്തമി രാത്രിയിൽ എന്ന ഗാനം ജാനി വാക്കർ എന്ന മൂവിയിലൂടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് എത്തി, നമ്മളൊക്കെ അത് ഏറ്റെടുത്തു. അതിനുശേഷം അതിന്റെ ഡയറക്ടർ തന്നെയായ ജയരാജ് സാർ വീണ്ടും ശാന്തമി രാത്രിയിൽ എന്ന ടൈറ്റിലോടുകൂടി മറ്റൊരു വിസ്മയം നമുക്ക് മുന്നിൽ ഒരുക്കുകയാണ്. ഇതിന്റെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി. ഓഡിയോ ലോഞ്ച്.